കളിക്കുന്ന ഫ്രീ ഫയറിന്റെ ട്രെയിനിങ് ആണോ അതോ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഇന്ന് ഫ്രീ ഫയർ ആണ് കളിക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഓൺലൈനിൽ നിൽപ്പുണ്ട്. പക്ഷെ അവൻ്റെ കൂടെ അല്ല കളിക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഒറ്റയ്ക്ക് നമ്മൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ട്രെയിനിങ്ങിന്റെ വീഡിയോ ഇട്ടായിരുന്നു എന്നെ കളിക്കുന്നതിന്റെ. അപ്പൊ അതിന്റെ ഇതില് ഞാൻ ഇന്ന് ട്രെയിനിങ് എടുത്തുകൊണ്ട് അതേപോലെ ഒന്ന് കളിച്ചു നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ പരിപാടി. ഞാൻ വല്ല ഹാക്കിങ് യൂസ് ചെയ്യുന്നുണ്ട്. കാണില്ല എവിടെയാണ് നിന്റെ മുന്നേ ഞാൻ ട്രെയിനിങ് എടുത്ത് നല്ല പരിചയമുള്ളതാണ്. നെയ്യൊന്നും കൊള്ളില്ല. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് വന്നവരാണെങ്കിൽ. പിന്നെ കൂടാതെ നമ്മുടെ ബെൽ ബട്ടനും കൂടെ ഞാൻ അമർത്തിക്കണം. അത് ഞാൻ പറയണ്ടല്ലോ അല്ലേ. അവിടെ കോട്ട് മൂവി പ്ലെയറാണ് ചോദിച്ചല്ലേ. പിന്നെ ഞാനിപ്പോ ഒരു ലൈവ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്നായിരുന്നു അപ്പൊ പിന്നെ ഞാനും കൂടെ കളിച്ചാലെന്ന് വെച്ചു വീഡിയോ. നമ്മൾ ഒരു ദിവസം ലൈവ് ഇടുന്നതായിരിക്കും. എന്നാ നോക്കാം, ലൈവ് ഇടാൻ നോക്കാം. എടാ യൂബി മാത്രോ എന്ത് എനിക്ക് ഒട്ടും പറ്റാത്ത കണ്ണോ ഈ യൂബി. അടാ പകുതി ലൈക്കാ. ചത്ത് എന്റെ പൊന്നെ പ്ലാന്റിനെ അടിച്ചിട്ട് പ്രോപ്ലെയറാണേ. പ്ലാന്റിനെ അടിച്ചിട്ടുണ്ട് അവൻ. റാങ്ക് ചെയ്യാൻ പ്ലാന്റിന് എന്നിട്ടാണ് ഈ യൂറോ കളി കളിക്കുന്നത്. അത് ഇനി കളിക്കാൻ അറിയാത്തതിനെല്ലാം ഡീറ്റി കളിക്കും. പ്ലാന്റിനെ അടിച്ചവരെങ്ങനെ ഇങ്ങനെ കളിക്കുന്നത് അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. റഷീദല്ലേ ഇതല്ലേ നിക്കുന്നേ കാണിച്ചല്ലോ. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഞാനൊന്നും അറിയാത്ത പോലെ അവന്റെ ബാക്കിൽ കൂടെ പോയി. അറിയത്തില്ല ആ കൊള്ളായിരുന്നു. അവന്റെ ബാക്കിൽ കൂടെ പോയി അവൻ അവൻ ഇപ്പഴേ അതൊക്കെ ഇട്ട് തുടങ്ങിയാണ്. മറ്റേ ഇടക്കിടക്ക് ഇവര് മിസ്സാവുന്നുണ്ട്. പിന്നെ ഹെഡ്ഷോട്ടാണോ ഉണ്ട് എനിക്കറിയില്ല. ഞാൻ പ്രോ പ്ലെയർ ആണ്. അയ്യോ നീ കുറച്ച് കഴിയുമ്പോ ലൈഫ് അവിടെ ഇപ്പോഴാടാ ഇവനൊക്കെ റിക്വസ്റ്റ് ചെയ്യിക്കുന്നത്. ഞാനായിട്ടിപ്പോ അവനെ അപ്സെറ്റ് ചെയ്തിട്ടില്ലേ. ഫ്രണ്ടാണ് ഇപ്പോഴാ പിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നേരത്തെ ഞാൻ അയച്ചപ്പോ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആടെയാണ് റൂളൊക്കെ കണ്ടോ ചെക്കൻ്റെ. അയ്യോ ഇല്ല പോകുന്നില്ല.
മണ്ട വീട് ചെയ്യും. ആ പറഞ്ഞു ഞാൻ പ്രോ അതെ ജീവനായിട്ട് കളിക്കും. 1v1 വിളിക്കുന്നത്. 1v1 ആണെങ്കിൽ എന്റെ കൂട്ടുകാരനെ ഞാൻ തോന്നിക്കും. ഇവൻ സിൽവർ അടിച്ച് ഞാൻ മറ്റേ നൂബാണ്. പക്ഷെ എന്നാലും ഞാൻ എന്റെ കളി ഉണ്ടല്ലോ അതേപോലെ ഇരിക്കും. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ കളിക്കാൻ പോകുമ്പോ വന്നിട്ട് പറയും ആ കളിക്കാൻ ഉണ്ടോളാ എന്നും പറഞ്ഞ വരും. ഈ ഡ്രസ് എന്റെ പെർമനന്റ് കിട്ടിയതല്ല സത്യം പറഞ്ഞു. മറ്റേ നെക്രോയിൽ പോയി സ്പിൻ ചെയ്തപ്പോ എന്തോ ഒരു ഭാഗത്തിന് കിട്ടിയതാ. പഠിച്ച ഓർമ്മ സാധനങ്ങളൊക്കെ എടുക്കുക അല്ലാണ്ട് വേറെ വാങ്ങി. ഓ പുതിയ ഇമോട്ടാ ഇത്. ഇതൊന്ന് സ്പിൻ ചെയ്ത് നോക്കിയാലോ. എനിക്ക് സ്പിൻ ചെയ്യാൻ അപ്പൊ ഇവൻ ക്ലാഷ് കോഡിന് കളിക്കാനാണ് വിളിക്കുന്നത്. ക്ലാഷ് കോഡ് എങ്കിൽ ക്ലാഷ് കോഡ് എന്തെങ്കിലുമൊക്കെ കളിച്ചാൽ മതി. ഫ്രീ ഫയർ ഇന്ത്യ ഇവനും എപ്പോഴും 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അവിടെ കളിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കളിക്കും. അങ്ങനെ ഞങ്ങൾ ചെയ്യും. ഇന്നൊരാരും അനങ്ങുന്നില്ലല്ലോടാ. നെറ്റ് പോയിരിക്കാൻ തോന്നുന്നു നമ്മളുടെ. ഞാൻ പുറത്തെ ടീമുകാര് ഭയങ്കര പാടാന്ന് തോന്നുന്നു. നമുക്കെല്ലാം ഹാക്കർ ചെയ്യും. എണീറ്റല്ലേ എന്താടാ കുറച്ചു നേരം എല്ലാം കൂടെ അവിടെ സ്റ്റക്കായി. താഴ്പോയില്ല അവനെ കൊല്ലേ. അവൻ അതിന്റെ പുറകെ പോയി. എന്റെ ദൈവമേ ഞാനിപ്പോ ചാടിച്ചാളിച്ചാവും. ഇതിന്റെ മുകളിൽ ആരും കാണണ്ടെങ്കിൽ കയറാം. എന്റെ പൊന്നെ വെള്ളത്തിൽ ചാടി കുളിക്കാനല്ല പറഞ്ഞേ, എന്റെ മണ്ട കയറാൻ ആണ് പറഞ്ഞത്. അയ്യോ എന്റെ മണ്ട നിർത്ത് ഒറ്റ ചാട്ടം ഗൈസ്. ഞാൻ ചാടി തന്നെ ആവും ഇനി കേട്ടോ. എടാ എന്തിയാടാ അമ്മരി ഞാൻ 1v2 കഴിഞ്ഞു. 1v2 നീ ആരത് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടായിരുന്നു. ആരത് പറ. നീ 1v2 ഒന്നും എനിക്ക് പ്രശ്നമല്ല മോനെ. 1v4 1v6 എന്തെങ്കിലുമൊക്കെ വെക്ക്. ഈ കാട്ടിനൂറ്റൊക്കെ എടുത്ത് ഇത്രയേ ഉള്ളു കാര്യം. 1v2 ഈസി കില്ലിങ്. അപ്പം ഇതൊക്കെയാണ് കഴിച്ചെൻ്റെ പരിപാടി. സ്നൈപ്പർ എടുക്കുന്നു, ഇനി നേരെ അങ്ങ് കൊല്ലുന്നു. നമ്മളെ ട്രിക്ക് എന്ന് വെച്ചാൽ ഈ വഴി നേരെ ഇറങ്ങി അതിൽ സൈഡ് പറ്റിപ്പോകും. എന്നിട്ട് അവന്മാർ സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചു ചിലപ്പോൾ ഹെഡ്ഷോട്ട് ചിലപ്പോൾ പൊളിക്കട്ടെ. എങ്ങനെയെങ്കിലും കട്ടെ ഒരു കില്ല് അങ്ങ് കിട്ടിയാൽ മതി. നമുക്ക് കില്ല് കാണുന്നേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ മരിക്കുന്നു അവന്മാർ മരിക്കുന്നു അങ്ങനെയൊന്നുമില്ല. കില്ല് കിട്ടണം. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ആരെങ്കിലും കില്ലെടുത്ത് കളിയെങ്കിലും ജയിപ്പിക്കണം. എനിക്കത് കിട്ടിയാൽ മതി. എന്റെ പൊന്നുമോളെ അയ്യോ പോയി. നീ ഏതവനാടാ? അതെവിടെയാണ്? നീ എവിടെയാണ്? ഇപ്പൊ കണ്ട്
എന്നെ അടിക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല എന്നിട്ട് എന്നെ അടിക്കാൻ വന്നേക്കുന്നു. അതേ നിൽക്കുന്ന തല കാണാം. ചത്ത് അല്ല പിന്നെ അവൻ തലയും വിട്ടുണ്ടോ ഇവിടെ നിൽക്കുക അടിക്കുന്നു. ഭയങ്കര കളിയായിരുന്നു കേട്ടോ. നമ്മൾ ഒറ്റ അടിക്ക് കൊന്നിട്ടുണ്ട്. അവൻ അവിടെ കിടന്ന് വലിയ കളി കളിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അവനറിയത്തില്ലല്ലോ നമ്മളെ കാര്യമൊന്നും. അതുകൊണ്ടാണേ പാവമുണ്ട്. തലയും വെച്ചോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കൃത്യം അതിൻ്റെ മുന്നിലേക്ക് തന്നെ തലയും വെച്ചോണ്ട് നിൽക്കും. ഞാൻ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെയാണ് കൂട്ടുകാരൻ കാണിക്കുന്നത്. കൂട്ടുകാരന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കൂട്ടുകാരൻ ഇപ്പം ഇല്ലാത്ത പണിയൊക്കെ കാണിക്കുന്നത്. കൊല്ലൂടെ തന്നെ കൊല്ലൂന്ന് പറഞ്ഞാൽ നോക്കായേ എന്നിട്ട് വേറെ പണിയുണ്ട്. ഒരുത്തൻ അവിടെ കണ്ട് ഇരിപ്പുണ്ടായിരുന്നു. തെങ്ങിൻ്റെ ഇങ്ങനെ ഓടല്ലേ പറഞ്ഞാൽ കേൾക്കൂലേ? എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം. ഇപ്പം കുഴപ്പമില്ല. ഈ കൂട്ടുകാരനെ റിവൈവ് ചെയ്തിട്ട് ഞാൻ ചുമ്മാ റഷ് ചെയ്ത് പോയി അടിക്കുകയാണ് കേട്ടോ. ഒരടി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അല്ല, അടി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മളങ്ങനെ മരിച്ചിട്ടില്ലെന്ന് ആ ഉദ്ദേശിച്ചത്. ഞാൻ ഒരു കളിയിലും തോറ്റിട്ടില്ല ഇപ്പം. എന്നുവെച്ചാൽ അത്രയും പ്രാവശ്യം ഞാൻ ട്രെയിനിങ്ങിൽ പോയിട്ട് ഭയങ്കര ട്രെയിനിങ് ആയിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു. എൻ്റെ 99+ കില്ലായിരുന്നു ഒരു ദിവസം കളിച്ചോണ്ടിരുന്നത്. കില്ലെടുത്തെടുത്ത് എന്നുവെച്ചാൽ ഞാൻ അത്രയും ട്രെയിനിങ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഇവന്മാരെയൊക്കെ ഈസിയായിട്ട് അടിക്കുന്നത്. ട്രെയിനിങ്ങിൻ്റെ ഗുണമാണ് ഇതൊക്കെ. അടിക്കില്ലടാ, ഇവിടെ വഴിയില്ല. നേരെ പോട്ടെ. ഇവൻ എവിടെയാടാ ഇവന്മാര്? ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കാണില്ല, ഇവിടെയും കാണില്ല. എന്നിട്ട് ഞാൻ എങ്ങോട്ടേലും പോകുമ്പോൾ അവിടെ നിന്ന് ഇപ്പറന്ന കളിയായിരിക്കും. എടാ ചേർത്താ എന്ത് കാണിക്കണം അതിൻ്റെ ഇടയിൽ കിടന്നു? ഇതല്ലേ നിക്കുന്നേ. ഇവിടെ കണ്ട് നിൽപ്പുണ്ടായിരുന്നില്ല. എന്തി ഇത്ര പെട്ടെന്ന് കാണാണ്ടായോ അവനെ? ഗൈസ്, അവന് ഇത്ര പെട്ടെന്ന് കാണാണ്ടായി ഗൈസ്. സീനാണല്ലോ. ഒരു സെക്കൻഡ് കൊണ്ട് കാണാണ്ടൊക്കെ ആയിരുന്നു. അപ്രതീക്ഷയാവുന്നു. മെഡിഷൻ എവിടെയെങ്കിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എവിടെ ഉണ്ടാവും? ഈ ഭാഗത്ത് കാണുന്നവര് ആരെയോ ഒരു മിന്നായം പോലെ താഴെ വീഴുന്ന ഞാൻ കണ്ടില്ലായിരുന്നു. എന്തേ അവിടെ ഇവൻ എവിടെയാണോ നിൽക്കുന്നത്? ഇതിന്റെ മേളുണ്ടല്ലോ. ഉണ്ട് ഈ അസ്ഥി കൊടുത്ത്. എടാ സോണിന്റെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സോണിൽ പോയി ചാവണം ചാട്ടെ. എന്തേലോട്ടെ. ഈ ബോണില്ലേ ഇതിന്റെ മുകളിലുണ്ടെന്ന് തോന്നി. തോന്നിയതാ എനിക്ക്. എന്നുവെച്ചാൽ അല്ലാണ്ട് ഈ സോണിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഏറെ ഒരു പ്ലെയറിന് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ അതൊന്നും എനിക്ക് തോന്നുക. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. നമ്മക്കിവിടെ കയറാന്നേ. അപ്പുറത്ത് കയറ്. അയ്യോ ഇവിടെ സോണായി. ഓടി എടാ, ഇനി മെഡിക്കറ്റ് വെച്ച് ഇനി നിൽക്കേണ്ടി വരുമോ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നേ. പ്രോ അല്ല, പിന്നെ ഞാൻ ചത്തില്ല. അലോക്ക് കിട്ടുകൊണ്ട് മറ്റേ മാക്സ്
അവൻ്റെ എന്നാണ്ട് എബിലിറ്റി ഉണ്ടായിരുന്നു കഥ. ഞാൻ ചത്തില്ല. ഇവനെങ്ങനെ പോയേ? ഈ ഫ്രണ്ടിനോട് ആരെങ്കിലും ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞാ ആരാ ആരത്? ഇവൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ആരെയോ കയറിയിട്ടുണ്ടോ കേട്ടോ കളിക്കാൻ. എൻ്റെ വിളിക്കട്ടെ. അപ്സെറ്റ് ചെയ്യുന്നില്ലല്ലോ. ഒന്ന് പൊക്കട ഇറക്കാം. ഇവനെ വിളിക്കട്ടെ. കളിക്കാനുണ്ടോ ചോദിക്കാം. കളിക്കാനുണ്ടോ ചോദിക്കാം. അവന് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഒന്നും റിപ്ലൈ ചെയ്യാനില്ല. Free Fire India. അവൻ കളിക്കാൻ പോയി. ഫ്രണ്ടിനെ ഞാൻ കൊല്ലും. എൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ വണ്ടിയിലുണ്ടല്ലോ. ഞാൻ കണ്ടു ഇത്ര എടാ എൻ്റെ കൂട്ടുകാരൻ്റെ അവനെനിക്ക് വേണ്ടേ. ഇടാ അവൻ്റെ സ്കിന്നുണ്ടോ? മോനെ എൻ്റെ ഫേവറേറ്റ് സ്കിന്നത്. എന്റെ മുന്നേ ഇവരെ കൊണ്ട് ശല്യമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സൈഡിൽ തന്നെ അടിക്കുന്നു. അത് ഞാൻ വേറെ ആളെ അടിക്കുമ്പോഴാണ് തോന്നുന്നേ. എന്റെ പൊന്നെ ബാഗിൽ നിന്ന് ഹെഡ്ഷോട്ട് അടിക്കുന്നവരത്. ഞാൻ റിവെഞ്ച് കൊടുത്തു.
ഏതാണ്ടൊക്കെ കാണിച്ചു പൂവാളുടെ മണ്ടേ കൂടെ കയറിയിട്ടൊക്കെ ോളാം കുറച്ച് കുറച്ചടി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവൻ അറിയില്ല നെറ്റ് നല്ല കേസാണ് മനഃപൂർവ്വം കളിക്കാൻ എന്റെ കില്ലെടുക്കുക ഭീകരമാണ് ഇവൻ എവിടെയാണ്
ഇത് തന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോ എന്റെ മുന്നിൽ കാണും അവനെ വേണ്ട എന്റെ ഞാനാണ് പോയടാ 51 കില്ലെടുത്തേനെ ഇല്ല 90 ഇല്ലായിരുന്നെങ്കിൽ ആയിരുന്നു ഇപ്പൊ ഞാൻ പോയായിരുന്നു എനിക്കിതിൽ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമില്ല എന്നാ ചെയ്യില്ലേ ഈ ആൾക്കാരെ നമ്മളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാം അവിടെ കിടന്ന് കുളിച്ചിട്ട് കുഴപ്പമില്ല
പോയി അടിക്കുന്നു. അയ്യോ ഞാൻ ചത്ര അവന് ഓടിയൊന്നും ഞാൻ വിളിച്ചത് അവന് മറ്റേ കാരണല്ലേ നീ
അവന്റെ MP40 സ്കിന്ന് ആ സ്കിന്ന് കണ്ടോ എനിക്കും ഉണ്ടായിരുന്നു